ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? ഇന്നില്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നത് ഞാൻ. കാരണമില്ലേ, നമ്മൾ വലിയ പെരുന്നാളിൻ്റെ നോമ്പൊക്കെ പിടിക്കില്ലേ, അപ്പോൾ അന്നത്തെ ദിവസത്തേക്കുള്ള പ്രിപ്പറേഷനായിട്ടും പിറ്റേന്ന് പെരുന്നാൾക്കായിട്ടും ഒക്കെ പ്രിപ്പറേഷനായിട്ട് വീഡിയോസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. കാരണം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പിന്നെ പറയാം. ഇതെന്താ ചെയ്യുന്നതെന്നറിയോ, നമുക്ക് അൽഫാം ചിക്കൻ ഉണ്ടാക്കുന്നില്ല, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു വീട്ടിൽ തന്നെ ഞാനൊരു പ്രിപ്പയർഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ചിക്കൻ ഇങ്ങനെ മാരിനേറ്റ് ആക്കിയിട്ട് വെച്ചിട്ട് കുക്കെല്ലാം ആക്കിയതിന് ശേഷമില്ലേ, നമ്മുടെ വീട്ടിൽ എന്തായാലും ഈ തവി ഉണ്ടാവുമല്ലോ, ഇത് നമ്മുടെ ഓയിൽ ഫ്രൈ ആക്കിയിട്ടൊക്കെ എടുക്കുന്ന ഈ തവിയില്ലേ, ഇതിൽ വെച്ചിട്ട് ഗ്രില്ല് പോലെ ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ, നല്ല അൽഫാമിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിന്. ഇതൊരു ചെറിയ ഒരു ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്, പക്ഷേ അത് അടിപൊളിയായിട്ട് 100% ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കാം കേട്ടോ. അതിനായിട്ടൊന്നും ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ ചിക്കൻ ഞാനിങ്ങനെ കുക്കാക്കിയതില്ല, അട്ടിപത്രി ഇല്ലേ, നമ്മുടെ ചിക്കൻ്റെ ചട്ടിപത്രി എന്ന് പറയുന്ന സംഭവം, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനേക്കായിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, ഇതൊക്കെ നല്ലോണം ചെറുതായിട്ട് കട്ടാക്കണം കേട്ടോ. ഈ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് പേസ്റ്റാക്കി നമുക്ക് അത്ര മസാല അങ്ങോട്ട് കിട്ടില്ല. പക്ഷേ ഇനി ചെറുതായിട്ട് എത്ര ചെറുതായിട്ട് മുറിക്കാൻ പറ്റുന്നുണ്ടോ അത്രയും ചെറുതാക്കിയിട്ട് മുറിച്ചാൽ അതിൻ്റെ മസാലയില്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ ഇതിൽ ഞാനൊരു 3-4 വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി, അത് നല്ലോണം അങ്ങോട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണ്ട. അപ്പോഴൊക്കെ തന്നെ ഞാനതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ ഒരു നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടില്ലേ മട്ടൻ മസാല തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് ഞാൻ ചട്ടിപ്പത്തിരി ഇങ്ങനെ ഉണ്ടാക്കുന്ന രീതിയാണ്, നല്ല അടിപൊളിയായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ എൻ്റെ രീതിയിലൊന്ന് നിങ്ങൾ ട്രൈ ആക്കി നോക്കാം. പിന്നെ ഇല്ലേ, ഇവിടെ വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നോമ്പുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ചെറിയ മോൾക്ക് മാത്രം നോമ്പില്ലായിരുന്നു. അപ്പോൾ പിന്നെ അവൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടോട്ടലായിട്ടോ ഇതിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി സോഫ്റ്റായിട്ട് ഒന്ന് ഇരിക്കട്ടെ, എന്തായാലും ചട്ടിപ്പത്തിരി കുറച്ച് എരിവുണ്ട്, അപ്പോൾ പിന്നെ അവളെന്തായാലും അത് കഴിക്കാൻ പോവില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് പാലും നെയ്യൊക്കെ കുഴച്ചിട്ട് ഈ ഡോ റെഡിയാക്കിയിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ടൊരു ഡോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് എത്ര തിന്നാക്കിയിട്ട് പരത്താൻ പറ്റുന്നുണ്ടോ അത്രയും തിന്നാക്കിയിട്ട് പരത്തിയിട്ടില്ലേ 2 സൈഡിൽ നിന്ന് ചുട്ടെടുക്കുക. ഒരുപാട് അങ്ങോട്ടൊന്നും കുക്കാവണ്ട, ജസ്റ്റ് ഒന്ന് ബബിൾസ് എല്ലാം വരുന്ന ആ ഒരു സമയത്ത് തന്നെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഇങ്ങനെ ഒന്ന് കുക്കാക്കിയിട്ട് എടുത്താൽ മതി. ഇത് പൊങ്ങിയിട്ടൊന്നും വരില്ല, കാരണം ഇത് നല്ലോണം തിന്നാക്കിയിട്ട് നമ്മൾ പരത്തിയെടുക്കുന്നത്. ഇത് അവസാനത്തത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ നൂറക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാനില്ലേ ഒരു ഷവർമ പോലെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത്. മയനീസൊന്നും തേച്ച് കൊടുത്തിട്ടില്ല. ഇതില്ലേ നമ്മുടെ പെരുന്നാളിൻ്റെ ഒരു ദിവസം മുമ്പായിരുന്നു ഞാൻ എടുത്തത്. നോമ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്ന നാളില്ലേ, ബലി പെരുന്നാൾക്ക് എന്തായാലും നമ്മൾ നോമ്പൊക്കെ പിടിക്കില്ല അറഫ ദിവസം, അന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ അവൾക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഒരു റൊട്ടി ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൽ കുറച്ച് മസാലയൊക്കെ വെച്ച് കൊടുത്തിട്ട് കെച്ചപ്പൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞാനിത് അവൾക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആദ്യം റോളാക്കി കാണിക്കുമ്പോൾ കെച്ചപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ കെച്ചപ്പൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള മസാല അല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് മയോണൈസൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് മുട്ടയും പാലുള്ള നമുക്ക് ആ റൊട്ടീനില്ലേ ഒന്ന് മുക്കി കൊടുത്തിട്ടല്ലേ അട്ടിപ്പത്തില നമ്മൾ ഉണ്ടാക്കുന്നത്, കാരണം നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഇതൊരു 1/2 ടീസ്പൂണ് നല്ലൊരു നോൺ സ്റ്റിക്ക് പാനിൽ 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തതാണ്. അതൊരു നല്ലൊരു യെല്ലോ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് നെയ്യ് തന്നെ ഒഴിക്കണം. നെയ്യ് ഒഴിച്ചാൽ ആ ഒരു കളർ കിട്ടും കേട്ടോ. പിന്നെ ഇത് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ല ഹൈറ്റിലുള്ളത് ഒരു 8-9 ഞാൻ പരത്തി വെച്ചിട്ടില്ല, നല്ല ടൈറ്റിൽ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണാൻ പറ്റും, നല്ല ഹൈറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു റൊട്ടി ഇങ്ങനെ മുട്ടയും പാലിൽ മുക്കി കൊടുക്കുക, ഒരു മസാല വെച്ച് കൊടുക്കുക. മസാല വെച്ച് കൊടുക്കുമ്പോൾ നല്ലോണം ലൈറ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കാൻ നോക്കണം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് കുത്തിക്കയറ്റണ്ട, നല്ല ലൈറ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക, കാരണം ഒരുപാട് ഹൈറ്റ് ആക്കുന്നതല്ലേ. അപ്പോൾ എന്തായാലും ലൈറ്റായിട്ട് ഓരോ ലെയറിലും കിട്ടിയാൽ നല്ല അടിപൊളിയായിരിക്കും. അവസാനം ബാക്കി വന്ന മുട്ടയുടെ ആ കൂട്ടിൽ അതിങ്ങനെ നല്ല ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് പ്രസ്സാക്കിയിട്ട് തന്നെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 10-15 മിനിറ്റ് നല്ലോണം മീഡിയംലി കുക്കാക്കിയാൽ മതി കേട്ടോ. അത് അപ്പോഴേക്ക് അവിടെ സെറ്റായിക്കണം. പിന്നെ ഇതാ ഞാൻ കസ്റ്റേർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതൊന്ന് മിക്സിയിൽ അരച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ആ പാത്രത്തിൽ നിന്ന് വേറെ ഒരു പാനിലേക്ക് മാറ്റി കൊടുത്തതാണ്. ഇതില്ലേ കസ്റ്റർഡ്ക്ക് ഞാനില്ലേ നെയ്യ് ജസ്റ്റ് ഒന്ന് മെൽട്ടാക്കുന്നേ ഉള്ളൂ. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് കുറച്ച് കട്ടിയുണ്ടായിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് മെൽട്ടാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് മിക്സ്ഡ്
ഇതില്ലേ നട്ട്സ്, ഇതിൽ പിസ്ത ഉണ്ട്, ബദാം ഉണ്ട്, കാഷ്നട്ട് ഉണ്ട്, പിന്നെ കറുത്ത മുന്തിരി ഉണ്ട്. ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് കസ്റ്റർഡിൽ നിങ്ങൾക്ക് നട്ട്സ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുട്ടികളുള്ള വീടാണെങ്കിൽ എന്തായാലും നട്ട്സ് ഇടാൻ പോകണ്ട, അവരെന്തായാലും നട്ട്സ് കഴിക്കില്ല, അത് തീർച്ചയാണ്. സാധാരണ കുട്ടികൾക്ക് നട്ട്സ് അത്ര ഇഷ്ടമില്ലല്ലേ, ഫ്രൂട്ട്സ് എന്താ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ ഇതാ ഞാൻ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബനാന മാത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്, അതുകൊണ്ട് ഞാൻ അതും കൂടി ഇട്ടിട്ട് കസ്റ്റേർഡ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ അട്ടിപ്പത്തിൽ ഇവിടെ നല്ല ഭംഗിയിലുള്ള കളറിൽ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കട്ടെല്ലാക്കിയിട്ട് ഒന്ന് മുറിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതാ ഞാനൊരു പാത്രത്തിൽ വെച്ച് കൊടുക്കുക. പാത്രത്തിലല്ല, ഇത് കട്ടിങ് ട്രേ, പിസ്സ കട്ടിങ് ട്രേ ആണ്, അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ ടേബിൾ സെറ്റാക്കാം. ഞാൻ വിചാരിക്കുന്നത് ഒരുപാട് പേരിങ്ങനെ എപ്പോഴും നമുക്ക് വീഡിയോയിലൊക്കെ കാട്ടുമല്ലോ, ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തായാലും കഴിക്കണമെന്നൊക്കെ. പക്ഷെ നമുക്ക് ഈ 2 ഐറ്റം കഴിച്ചപ്പോൾ തന്നെ നല്ലോണം വേറെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം പെരുന്നാളിൻ്റെ ദിവസം നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റാത്ത വിധത്തിലായിപ്പോയിട്ടുണ്ടായിരുന്നു. അത് പിന്നെയും ബാക്കി വന്നിട്ടുണ്ട്, കഴിക്കാനും പറ്റിയിട്ടില്ല. പിന്നെ എന്താണെന്നറിയില്ല, പിറ്റേ ദിവസം ബിരിയാണിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി അപ്ലോഡ് ആക്കണമെന്നെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് നടന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.